തമിഴ്നാട്ടിലെ ഈറോഡ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ദാരുണമായ സംഭവം വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അക്രമ സ്വഭാവത്തിന്റെയും സ്കൂളുകളിലെ സുരക്ഷാ വീഴ്ചകളെയും കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. 12ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യയെ സഹപാഠികൾ ക്രൂരമായി തല്ലിക്കൊന്നു എന്ന വാർത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ലെന്ന ഭീതി സമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. പെൺകുട്ടികളോട് സംസാരിച്ചതിന്റെ പേരിൽ ഒരു ജീവൻ പൊലിഞ്ഞു എന്നറിയുമ്പോൾ കൗമാര മനസ്സുകളിലെ വൈരാഗ്യ ബുദ്ധിയുടെയും അസഹിഷ്ണുതയുടെയും ആഴം വ്യക്തമാക്കുകയാണ്. ഈ ദാരുണ സംഭവത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. ബയോളജി ഗ്രൂപ്പിൽ പഠിച്ചിരുന്ന ആദിത്യയെ അതേ ക്ലാസ്സിൽ മറ്റ് ഗ്രൂപ്പുകളിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചത്. പെൺകുട്ടികളുമായി സംസാരിച്ചതിനെ ചൊല്ലി ആദിത്യയും ഈ വിദ്യാർത്ഥികളും തമ്മിൽ ഒരാഴ്ച മുൻപ് തന്നെ വാക്കേറ്റമുണ്ടായിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. പ്രതികളായ വിദ്യാർത്ഥികൾ ആദിത്യയെ തങ്ങളുടെ ക്ലാസ്സിലെ പെൺകുട്ടികളോട് സംസാരിക്കരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറയുന്നു. ഈ ഭീഷണികളും അതിനെ തുടർന്നുണ്ടായ വൈരാഗ്യവുമാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവ ദിവസം ഈ 2 പ്രതികളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആദിത്യയെ ആക്രമിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ അബോധാവസ്ഥയിലായ ആദിത്യയെ നാട്ടുകാർ ഉടൻ തന്നെ ഈറോഡ് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആദിത്യയുടെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നുമുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈറോഡ് ടൗൺ പോലീസ് 2 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. പ്രായപൂർത്തിയാകാത്തവരായതിനാൽ ഇവരെ കൊലപാതക കുറ്റം ചുമത്തി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുകയും തുടർന്ന് കോയമ്പത്തൂർ ജില്ലയിലെ ഒരു നിരീക്ഷണ ഭവനത്തിലേക്ക് മാറ്റുകയും ചെയ്തു. മരിച്ച ആദിത്യയുടെ കുടുംബം ഒരു സാധാരണ കുടുംബമാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായ ശിവയുടെയും ടെക്സ്റ്റൈൽ ഷോറൂമിൽ ജോലി ചെയ്യുന്ന സത്യയുടെയും മകനാണ് ആദിത്യ. ഇവർക്ക് അതേ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഇളയ മകൾ കൂടിയുണ്ട്. പഠനത്തിൽ മിടുക്കനായ മകനെ കുറിച്ചുള്ള പ്രതീക്ഷകളിലായിരുന്നു ഈ കുടുംബം. എന്നാൽ സ്കൂളിൽ വെച്ച് മകൻ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത അവരുടെ ജീവിതത്തെ ആകെ തന്നെ തകിടം മറിച്ചിരിക്കുകയാണ്. ഈ ദുരന്തം ആ കുടുംബത്തിൽ വരുത്തിയ ആഘാതം താങ്ങാനാവാത്തതാണ്. ഒരു കുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയതിലൂടെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് തകർന്നിരിക്കുന്നത്. ഈറോഡിലെ സംഭവം സ്കൂൾ ക്യാമ്പസുകൾക്കുള്ളിൽ പോലും വിദ്യാർത്ഥികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. ഇത് കേവലം ഒരു ക്രൂരമായ കൊലപാതകമാണെന്നതിലുപരി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെയും സാമൂഹിക ഘടനയിലെയും ചില ഗുരുതരമായ പാളിച്ചകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. കൗമാരപ്രായക്കാരിൽ വർദ്ധിച്ചുവരുന്ന ദേഷ്യം, അക്രമവാസന, വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം എന്നിവയെല്ലാം അവരുടെ മാനസികാരോഗ്യ നിലയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. പഠന സമ്മർദ്ദം, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം, സൈബർ ബുള്ളിംഗ് എന്നിവയെല്ലാം ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ വലിയ മാനസിക പിരിമുറുക്കം സൃഷ്ടിക്കുന്നുണ്ട്. സ്കൂളുകളിൽ കൗൺസിലിംഗ് സംവിധാനങ്ങളും മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനങ്ങളും അടിയന്തരമായി ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള സുരക്ഷിതമായ ഒരിടം സ്കൂളുകളിൽ ഉണ്ടാകണം. വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ അല്ലെങ്കിൽ ഭീഷണികൾ എന്നിവയെല്ലാം തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും കഴിയണം. വിദ്യാർത്ഥികളുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാനും സംഘർഷ സാധ്യതയുള്ള സാഹചര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനും അധ്യാപകർക്ക് കൃത്യമായ പരിശീലനം തന്നെ നൽകേണ്ടതുണ്ട്. ക്ലാസ് മുറികളിലും സ്കൂൾ പരിസരങ്ങളിലും ഫലപ്രദമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഉറപ്പാക്കണം. സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. നിരീക്ഷണ ക്യാമറകൾ, കൃത്യമായ ഇടവേളകളിൽ പെട്രോളിംഗ് നടത്തുന്ന സുരക്ഷാ ജീവനക്കാർ, പുറത്തുനിന്നുള്ളവരുടെ പ്രവേശനം നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവയെല്ലാം തന്നെ ശക്തിപ്പെടുത്തണം. വിദ്യാർത്ഥികൾക്കിടയിൽ സംഘം ചേർന്നുള്ള അക്രമങ്ങൾ തടയാൻ പ്രത്യേക ശ്രദ്ധ വേണം. കുട്ടികളുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ, കൂട്ടുകെട്ടുകൾ, മാനസികാവസ്ഥ എന്നിവ തിരിച്ചറിയുന്നതിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. കുട്ടികളുമായി തുറന്ന് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കാനും രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നൽകണം. സ്കൂളുകളും രക്ഷിതാക്കളും തമ്മിൽ ആരോഗ്യകരമായ ഒരു ആശയവിനിമയ ശൃംഖല തന്നെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അക്രമം ഒരു പരിഹാരമാണെന്ന് വരുത്തി തീർക്കുന്ന ദൃശ്യമാധ്യമങ്ങളും ഗെയിമുകളും സിനിമകളും എല്ലാം കുട്ടികളുടെ മനസ്സിൽ തെറ്റായ സന്ദേശങ്ങൾ നൽകാൻ സാധ്യതയുണ്ടായേക്കാം. ഇത്തരം വിഷയങ്ങളിൽ സമൂഹം പൊതുവായി ശ്രദ്ധിക്കുകയും ബോധവൽക്കരണം നടത്തുകയും വേണം. പ്രായപൂർത്തിയാകാത്ത 2 വിദ്യാർത്ഥികളെയാണ് ഈ കേസിൽ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ പരിധിയിൽ വരുന്ന ഇവർക്ക് നിലവിലുള്ള നിയമമനുസരിച്ച് മുതിർന്നവരെ പോലെ കഠിനമായ ശിക്ഷ ലഭിക്കാൻ സാധ്യതയില്ല. എന്നാൽ ഇത്തരം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പ്രായപൂർത്തിയാകാത്തവർ ചെയ്യുമ്പോൾ നിലവിലുള്ള ജുവനൈൽ നിയമങ്ങൾ എത്രത്തോളം പര്യാപ്തമാണെന്ന ചോദ്യം വീണ്ടും ഉയരും. ഈ സംഭവം നിയമപരമായ ശിക്ഷാ നടപടികളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. വിദ്യാർത്ഥികൾക്കിടയിൽ സ്നേഹം, സഹാനുഭൂതി, അഭിപ്രായ വ്യത്യാസങ്ങളെ സമാധാനപരമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നിവ വളർത്തേണ്ടതിന്റെ ആവശ്യകത ഇത് അടിവരയിടുന്നുണ്ട്.
മനുഷ്യബുദ്ധിക്കപ്പുറം മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായവും സമൂഹത്തിന് ആവശ്യമാണ്. ആദിത്യയുടെ മരണം ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക്. സ്കൂളുകൾ പഠിക്കാനും വളരാനുമുള്ള സുരക്ഷിതമായ ഒരിടമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഈ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യണം. അതിലുപരി ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും എടുക്കണം. എല്ലാ സ്കൂളുകളിലും ലൈസൻസ് ഉള്ള കൗൺസിലർമാരുടെ സേവനം ഉറപ്പാക്കാം. കുട്ടികൾക്ക് അവരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള സുരക്ഷിതമായ വേദികൾ ഒരുക്കാം. വിദ്യാർത്ഥികൾക്കിടയിൽ അക്രമം ഒരു പ്രശ്നപരിഹാര മാർഗമല്ലെന്ന് പഠിപ്പിക്കാം. ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള വഴികളും പരസ്പരം ബഹുമാനിക്കാനുള്ള പാഠങ്ങളും നൽകാം. കുട്ടികളുടെ മാനസികവും വൈകാരികവുമായ വളർച്ചയിൽ രക്ഷിതാക്കളുടെ പങ്ക് എത്രത്തോളമെന്ന് ബോധ്യപ്പെടുത്തുന്ന ശില്പശാലകൾ സംഘടിപ്പിക്കാം. സ്കൂൾ ക്യാമ്പസുകൾക്കുള്ളിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താം. എല്ലാ ആക്രമണങ്ങളെയും ഗൗരവമായി കാണുകയും ഉടനടി നടപടിയെടുക്കുകയും ചെയ്യണം. പ്രായപൂർത്തിയാകാത്തവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് കുട്ടികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കാം. ഈറോഡിലെ ആദിത്യയുടെ മരണം കേവലം ഒരു വാർത്തയായി കടന്നു പോവാൻ പാടില്ല എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. അത് നമ്മുടെ യുവതലമുറയെയും സമൂഹത്തെയും ഒരുപോലെ കണ്ണാടിയിലെന്ന പോലെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഈ ദുരന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തന്നെ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ തന്നെ കഴിയണം.